നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും ഇപ്പോഴും ബാങ്ക് FD, ബാങ്കിൽ കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ടിന് ഇത്രയും ലാഭം കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും കാണാറുമുണ്ട്. നമ്മൾ ഇന്ന് ഒരു കമ്പാരിസനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ ആര് ജയിക്കും നമുക്കൊന്ന് നോക്കാം. ഇത് ബാങ്ക് FD ആണ്, ഇത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്, മ്യൂച്വൽ ഫണ്ടിലുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ആണ്. ഇത് മ്യൂച്വൽ ഫണ്ടിലുള്ള ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് 12 ലക്ഷം രൂപ ഒറ്റയടിക്ക് കയ്യിലെടുക്കാനുള്ളൊരു വ്യക്തി, അവിടെയാണ് നമ്മൾ കമ്പാരിസൺ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലംസമായിട്ട് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് 10 വർഷമാണ്. 3 കാര്യത്തിനും നമ്മൾ ടെന്യൂറായിട്ട്, ടേമായിട്ട്, കാലാവധിയായിട്ട് പറയുന്നുണ്ടാവുക. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. 12 ലക്ഷം രൂപ ഏകദേശം ഒരു 8%. ഇപ്പോൾ 8% ബാങ്ക് കൊടുക്കുന്നില്ല, എന്നാൽ പോലും 8% റേറ്റിൽ നമ്മൾ പറയുമ്പോൾ ഏകദേശം 25,90,000 രൂപയോളം നമുക്ക് ഈ പറയുന്ന FDയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ 12 ലക്ഷം രൂപ ഒരൊറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി 13% നമ്മൾ റേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ഏകദേശം 45 ലക്ഷം രൂപയോളം നമുക്ക് ഈ പറയുന്ന റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇനി ഇവിടെ ഈ 12 ലക്ഷം രൂപ കയ്യിലെടുക്കാനില്ലാത്തൊരു വ്യക്തിയാണ്. അയാൾ മാസം ഒരു ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. ഒരു മാസം 10,000 രൂപ ഈ വ്യക്തി മന്ത്ലി അടക്കാൻ തയ്യാറാണ്. ഇങ്ങനെ 10,000 രൂപ അടക്കുന്ന വ്യക്തി 12 ലക്ഷം രൂപ, അതായത് 10 വർഷം കംപ്ലീറ്റ് അടക്കുമ്പോൾ മാത്രമേ ഈ 12 ലക്ഷം രൂപയായിട്ട് മാറുന്നുണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക, ഇയാൾ 10,000 രൂപയാണ് ഒരു മാസം അടക്കുന്നുണ്ടാവുക. മാസാമാസം അടച്ചടച്ച് അവസാനം 10ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12 ലക്ഷം രൂപ എത്തുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 25 ലക്ഷം രൂപയോളം അയാൾക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വളർത്താൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏതാണ് നല്ലത് എന്നുള്ളത്. സോ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ സാധ്യത ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വീഡിയോ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.